കൊതുകിനെ കൊല്ലാൻ പീരങ്കി വേണ്ട, കൊതുകിനെ കൊല്ലാൻ മുസ്ലിം യൂത്ത് ലീഗുകാരുടെ ഈ കരം മതി എന്ന് കെ.ടി. ജലീലല്ല, ഈ നാട് ഭരിക്കുന്ന ഏത് സർക്കാരാണെങ്കിലും അവർ മനസ്സിലാക്കട്ടെ. മന്ത്രി അബ്ദുറഹ്മാനെ കുറിച്ച് ചോദിച്ചാൽ ജലീലിന് ഓർമ്മയില്ല. ജലീലിന് പഴയ കാല ഓർമ്മയുണ്ട്. ഏത് കുട്ടിക്കാലം ബാലരമ വായിച്ച ഓർമ്മ. ഇപ്പൊ പറയുന്നത് മായാവി, കുട്ടൂസൻ, ഡാഗിനി, എവിടെ മറുപടി ഇല്ലല്ലോ. ഇപ്പൊ പത്രസമ്മേളനം ഇല്ലല്ലോ. പല ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ ബിസിനസ്സും അവരുടെയൊക്കെ ഏർപ്പാടും ഒക്കെ നമ്മൾ പുറത്ത് പറയാൻ തുടങ്ങിയാൽ ഈഡിയുടെ ഓഫീസിൽ എങ്ങനെയാണോ ജലീൽ പോയത് അതുപോലെ തലയിൽ മുണ്ടിട്ടല്ലേ ഈ വളാഞ്ചേരി അങ്ങാടി കൂടി അദ്ദേഹത്തിന് നടക്കാൻ കഴിയും. ഈ 17,65,00,000 രൂപയല്ലേ ഇപ്പൊ മലയാള സർവകലാശാലയുടെ പേരിൽ അഴിമതി നടത്തിയത്. ആ മലയാള സർവകലാശാലയുടെ പേരിൽ നടത്തിയ അഴിമതി ഇപ്പോ പരമാവധി പോയാൽ ഇപ്പൊ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്താ സഭയെ പറയാത്തെന്ന്. സഭയെ പറഞ്ഞ ഇയാൾ അങ്ങ് രാജിവെക്കോ? സഭയിൽ പറഞ്ഞ അവൻ രാജിവെച്ച് പോവോ? മന്ത്രിസ്ഥാനത്ത് രാജിവെച്ചത് സഭയെ അവതരിപ്പിച്ചിട്ടാണോ? ഈ മലയാള സർവകലാശാലയുടെ പേരിൽ അഴിമതി, 17,65,00,000 രൂപയുടെ അഴിമതി മലയാള സഭ ഈ നിയമസഭയിൽ UDF അവതരിപ്പിച്ചതാണ്. അന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചപ്പോ ആ അനുമതി നിഷേധിച്ച് കണ്ടം വഴി ഓടിയ ആളാണ് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീൽ. എന്നിട്ട് അപ്പൊ പറയുന്നത് സഭയെ പറയണമെന്ന്. ഞാൻ പറയട്ടെ, സഭയിൽ നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ സഭയെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ബന്ധു നിയമനം തെളിയിച്ചാൽ, ഏതെങ്കിലും കോടതി ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിയിച്ചാൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് കേരള നിയമസഭയിൽ വീമ്പ് പറഞ്ഞില്ലേ ജലീൽ? എന്നിട്ടോ ഞങ്ങൾ തെളിയിച്ചില്ലേ? നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞത് ആദ്യം ഒന്ന് സമ്മതിക്കും, എന്നിട്ട് ആ വാക്കൊന്ന് പാലിക്കും. എന്നിട്ട് ഇത് സഭയെ പറയണോ, ഇത് നാട്ടിൽ പറയണോ, ഇത് വെള്ളിയങ്ങാടി പറയണോ, ഇത് ചെറിയങ്ങാടി പറയണോ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള കെൽപ്പ് മുസ്ലിം യൂത്ത് ലീഗിനുണ്ട്. അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്നും വേണ്ട. കൊതുകിനെ കൊല്ലാൻ പീരങ്കി വേണ്ട, കൊതുകിനെ കൊല്ലാൻ മുസ്ലിം യൂത്ത് ലീഗുകാരുടെ ഈ കരം മതി എന്ന് കെ.ടി. ജലീലല്ല, ഈ നാട് ഭരിക്കുന്ന ഏത് സർക്കാരാണെങ്കിലും അവർ മനസ്സിലാക്കട്ടെ. പക്ഷെ പരമാവധി പോയാൽ, ഞാൻ പറയാം, പരമാവധി പോയാൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഒരു 6 മാസം. പരമാവധി പോയാൽ പിടിച്ചു നിൽക്കാൻ കഴിയാം. 6 മാസം കഴിഞ്ഞാൽ ഈ നാട്ടിൽ അധികാരമാറ്റം ഉണ്ടാകും. അധികാരമാറ്റം ഉണ്ടായാൽ കെ.ടി. ജലീലും കുറുവാ സംഘവും ഇല്ലേ. ഇപ്പോ ദില്ലി കപൂറിനെ കുറിച്ച് ചോദിച്ചാൽ ജലീൽ ഓർമ്മയില്ല. മന്ത്രി അബ്ദുറഹ്മാനെ കുറിച്ച് ചോദിച്ചാൽ ജലീലിന് ഓർമ്മയില്ല. ജലീലിന് പഴയ കാല ഓർമ്മയുണ്ട്. ഏത് കുട്ടിക്കാലം ബാലരമ വായിച്ച ഓർമ്മ. ഇപ്പൊ പറയുന്നത് മായാവി, കുട്ടൂസൻ, ഡാഗിനി, ദില്ലീസ് കപൂറിനെ കുറിച്ച് ഓർമ്മയില്ല. ദില്ലീസ് കപൂറിന്റെ സഹോദരങ്ങളെ ഓർമ്മയില്ല. മന്ത്രി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളെ ഓർമ്മയില്ല. പക്ഷെ 6 മാസം കൂടി കഴിഞ്ഞാൽ, മിനിയാന്ന് പത്രക്കാരൻ മുമ്പിൽ ജലീൽ ഒപ്പുവെച്ചില്ലേ, സ്വന്തം കൈപ്പടയിൽ ഒപ്പുവെച്ച രേഖയില്ലേ മാധ്യമങ്ങൾക്ക് കൊടുത്തത്? ഈ 17,65,00,000 രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്യാബിനറ്റിലേക്ക് ജലീൽ എഴുതിയ നോട്ടല്ലേ മാധ്യമങ്ങളുടെ മുമ്പാകെ കൊടുത്തത്? ഞാനൊരു പത്രസമ്മേളനം നടത്തിയാൽ 1 മണിക്കൂറിനുള്ളിൽ ജലീൽ പറയും ഉരുളക്കുപ്പേരി, ഞാൻ അപ്പം മറുപടി. എവിടെ മറുപടി ഇല്ലല്ലോ. ഇപ്പൊ പത്രസമ്മേളനം ഇല്ലല്ലോ. ഇന്ന് ആ വോയിസ് കൂടി പുറത്തു വന്നപ്പോ ഇന്നൊരു ഫോട്ടോ ഉണ്ട്. ഞാൻ ഗൾഫിലുള്ള ഒരു പാവം കഫറ്റീരിയക്കാരനുണ്ട്. കഫറ്റീരിയ പറഞ്ഞാൽ അറിയാലോ, ഒരു കോഫി ഷോപ്പ് നടത്തുന്നത്, ഒരു ചായ കച്ചവടക്കാരൻ. ആ ചായ കച്ചവടക്കാരൻ ഒരു ഇതിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നത്. ആ ഫോട്ടോ വരെ എടുത്തിട്ട് ഇയാള് ഫേസ്ബുക്കിലുണ്ട്. ജലീലിന്റെ കൂടെയുള്ള അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഇതുപോലെ കഫറ്റീരിയക്കാരൊന്നല്ല, പല ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ബിസിനസ്സും അവരുടെയൊക്കെ ഏർപ്പാടും ഒക്കെ നമ്മൾ പുറത്ത് പറയാൻ തുടങ്ങിയാൽ ഈഡിയുടെ ഓഫീസിൽ എങ്ങനെയാണോ ജലീൽ പോയത് അതുപോലെ തലയിൽ മുണ്ടിട്ടല്ലേ ഈ വളാഞ്ചേരി അങ്ങാടി കൂടി അദ്ദേഹത്തിന് നടക്കാൻ കഴിയും. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ.